ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് ലിയോ കുര്യൻ ഫ്രം ഇൻവെസ്റ്റ്ഡം. വെൽക്കം ടു ഡെയിലി മാർക്കറ്റ് റാപ്പ് പ്രോഗ്രാം. നമ്മളൊന്ന് പുറത്താണ്, അതുകൊണ്ടാണ് വൈകുന്നത്. അപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മളിന്ന് മാർക്കറ്റ് ഇന്ന് അപ്പായിരുന്നു. ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു അപ്സൈഡാണ്. പക്ഷേ 18,300 ബ്രേക്ക് ചെയ്യില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് 18,300 അവിടെ നിന്ന് റെഗുലറായിട്ട് സെല്ലിങ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലായില്ലേ നിഫ്റ്റിയിൽ. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും പതുക്കെ സെല്ലിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്താണ് ഇന്ന് നമ്മൾ 18,300 എക്സിറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. നമ്മൾ ആദ്യം എക്സിറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്ന കണ്ടപ്പോൾ തന്നെ നമ്മൾ വീണ്ടും 18,300 താഴെ വന്നപ്പോൾ തന്നെ വീണ്ടും ഡൗൺ സൈഡ് പൊസിഷനിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കാരണം ഡൗൺ സൈഡ് മാർക്കറ്റ്, ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മാർക്കറ്റുകളിൽ തിങ്കളാഴ്ചകളൊരു അപ്സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഫേക്ക് ഇത് വരാനായിട്ടാണ്, ആൾക്കാരെ കൊണ്ടുവരാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടില്ല. നാളത്തെ കൂടി മാർക്കറ്റിൻ്റെ ആക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മളിപ്പോഴും ഡൗൺ സൈഡ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് 18,400 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് ലോങ് തന്നെയാവും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 44,100 തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് അപ്സൈഡായിട്ട് കയറാനാണ് സാധ്യത. നമ്മൾ മൊത്തത്തിൽ അടുത്ത ഇലക്ഷനും കാര്യങ്ങളും ബേസ് ചെയ്യാൻ നമ്മൾ ഡൗൺ സൈഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു കറക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് കാരണം അപ്സൈഡ് പോകുന്നത് തന്നെ ലൈറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ലൈറ്റായിട്ട് പോകുമ്പോൾ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കാരണം അതും നമുക്കൊരു പ്രോഫിറ്റ് തരും, ഒരു അപ്സൈഡിൻ്റെ. അതുകൊണ്ട് തന്നെ ചെറിയ പ്രോഫിറ്റാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ് പൊസിഷനാണ് ഇപ്പോൾ അപ്സൈഡിലേക്ക് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂ ഡൗൺ സൈഡ് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അതിനു വേണ്ടിയാണ് ഇപ്പോഴും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ 18,400 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോങ്ങിലേക്ക് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നാളെ വിശദമായിട്ട് നമുക്ക് പറയാം. അതിനുള്ളൊരു വീഡിയോ ചെയ്യാൻ പ്ലാനുണ്ട്. ഈ ബിറ്റ് കോയിനും സ്റ്റോക്ക് മാർക്കറ്റും കോമഡിറ്റിയും തമ്മിലുള്ളൊരു അതിൻ്റെ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.